മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമ്മൾ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നബിയെ പറ്റി കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്നത്തെ വീഡിയോ മറക്കാതെ കാണണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് കേട്ടാലോ? നമ്മുടെ കരളിൻ്റെ കരളായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാമത്തെ ജന്മദിനമാണ് ഇത്? പലർക്കും സംശയമുണ്ട്. 2024 ഈ ഒരു വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാമത്തെ ജന്മദിനമാണ് മുസ്ലിമീങ്ങൾ ആഘോഷിക്കുന്നത്? കൃത്യമായ വ്യക്തമായ ഉത്തരം നമ്മുടെ വീഡിയോയിലുണ്ടെന്ന് കണ്ടു നോക്ക്. നബിയെ സ്വപ്നം കാണാൻ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിനുള്ള ചില മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഒരു സ്വലാത്തുണ്ട്. അതേത് സ്വലാത്താ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. അതോടൊപ്പം ചെറിയ 2 കുഞ്ഞൻ ആയത്തുകളുണ്ട്. ആ ആയത്ത് ഓതിയാൽ ആ ആയത്ത് എങ്ങനെ ഓതണം, എപ്പോഴോതണം വിശദമായി പറയുന്നുണ്ട്. ആ ആയത്ത് ഓതിയാലും മുത്ത് ഹബീബിന് നമുക്ക് സ്വപ്നം കാണാം. അതല്ലാത്ത ചില വഴികളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നു. കൂടാതെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുടി എങ്ങനെയാണ്, നബി തങ്ങളുടെ നെറ്റിത്തടം എങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ലിൻ്റെ രൂപം എങ്ങനെയാണ്, അവിടുത്തെ താടി രൂപം എങ്ങനെയാണ്, അവിടുത്തെ നടത്തം എങ്ങനെയാണ്, അവിടുത്തെ കാലിൻ്റെ രൂപം എങ്ങനെയാണ്, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള മുഅ്മിനേ, നിങ്ങൾ കേട്ടിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, ബറക്കത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റ്, ദുആ വസിയ്യത്ത്, അതല്ലാതെ ഫോണിൽ വിളിച്ചൊക്കെ പറയാറുണ്ട്, നേരിട്ട് കണ്ട് പറയാറുണ്ട്. അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും അവർക്കും നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനമാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അതായത് 2024 നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ള വർഷം. ഈ വർഷത്തിലെ നബിദിനം എത്രാമത്തെ നബിദിനമാണ് എന്ന് പലർക്കും സംശയമുണ്ടാകും. അത് 1499 നബിദിനമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിലോകത്തേക്ക് ജനിച്ച് വീണിട്ട് ഈ വർഷത്തേക്ക് 1499 വർഷമായി. അടുത്ത വർഷം ആകുമ്പോൾ 1500 വർഷമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ജനിച്ചിട്ട്. അപ്പോൾ ഈ 1499 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ന് നബിതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ ശ്രദ്ധിച്ചിരുന്നോ, ആളുകൾ പിൻപറ്റിയിരുന്നോ, അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും ആ മുത്തായ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നമ്മൾ അനുധാവനം ചെയ്യുന്നതും നബിയെ പറ്റി പഠിക്കുന്നതും. നമുക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ. നബി തങ്ങൾക്ക് ഒരുപാട് പേരുകളുണ്ട്. ഇപ്പം നമ്മൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത് പല രൂപത്തിലാണ്. നബി തങ്ങളുടെ പേരെന്താ? മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്. അതൊരു വലിയ ബറക്കത്തുള്ള പേരാണ്, മുഹമ്മദ് എന്ന പേര്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം ഒരുപാട് സ്തുതിക്കപ്പെടുന്ന ആൾ എന്നാണ്. എത്രയോ സത്യമാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്നല്ല, എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും നബിയെ പറ്റി പറയാത്ത ഒരാളുമില്ല. നമ്മുടെ വാപ്പ മരിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക. ആദ്യത്തെ ഒരു വർഷം, 2 വർഷം, 3 വർഷം ഒക്കെ നമ്മൾ എല്ലാ ദിവസവും ഓർത്തില്ലെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ വാപ്പാനെ ഓർക്കും. വാപ്പാക്ക് വേണ്ടി ചിലപ്പോൾ യാസീൻ ഓതും ഒക്കെ ചെയ്യാറുണ്ട്. അത് 5, 6, 7, 10 ആകുമ്പോൾ പതിയെ മറന്നു പോകുന്നു. പിന്നെ വാപ്പാനെ ഓർക്കും എപ്പോൾ? വാപ്പാടെ ആണ്ടിൻ്റെ എന്ന്, അല്ലേ? വാപ്പ മരിച്ച ആണ്ടിൻ്റെ എന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ
1490, അത് 1500 വർഷമായി മുത്തായ ഹബീബ് ജനിച്ച് അവിടത്തേക്ക് വഫാത്തായിട്ട് 1436 വർഷം മുമ്പ് വഫാത്തായ മുത്ത് ഹബീബിനെ നമ്മൾ ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നബി തങ്ങളുടെ പേരിന്റെ മഹത്വം. ഒരുപാട് സ്തുതിക്കപ്പെടുന്ന ആളെന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ് എന്ന പേര് മാത്രമല്ല, നബി തങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. ഖുർആനിൽ തന്നെ എടുത്തു നോക്കിയാൽ അല്ലെ, യാസീൻ അത് നബിയുടെ പേരാണ്, ത്വാഹ അത് നബി തങ്ങളുടെ പേരാണ്. അതല്ലാതെ നമ്മൾ ഹബീബുല്ലാ അല്ലെ, അള്ളാഹുവിന്റെ ഹബീബ് സ്നേഹിതൻ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. പിന്നെയോ അഷ്റഫുൽ ഖൽഖ്, നമ്മളത് വിശേഷിപ്പിക്കും, പേര് നബി തങ്ങളുടെ പേരല്ല എങ്കിലും അത് നബിയെ വിശേഷിപ്പിക്കും. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള ആളെന്നാണ്. അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ അല്ലെ, മുഹമ്മദ് മുസ്തഫ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു പേരാണ്. അഹ്മദ് എന്നതും നബി തങ്ങളുടെ മറ്റൊരു പേരാണ്. ഇങ്ങനെ എത്രയോ പേരുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പെടുന്നത്. ആ മുത്തായ ഹബീബിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല. ആ മുത്തായ ഹബീബിനെ നമുക്കൊന്ന് സ്വപ്നത്തിൽ കാണണം. സ്വപ്നത്തിൽ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിവുണ്ടാവാൻ, അതുപോലെ തന്നെ ആ നബിയെ കാണുമ്പോൾ അത് നബിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയത്തിന് കഴിവുണ്ടാവാൻ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തു തൗബ. ബിസ്മിയില്ലാത്ത സൂറത്താണ്. ആ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകളുണ്ട്. അത് നമുക്കറിയാവുന്ന ആയത്താണ്. ഏതൊക്കെയാണ് ആ ആയത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ 2 ആയത്തുകൾ എല്ലാ ഫർള് നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം ഒരു മനുഷ്യൻ പാരായണം ചെയ്യുകയും ഉറങ്ങുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് അവൻ ഇതേ ആയത്തുകൾ 3 പ്രാവശ്യം ഓതിയിട്ട് ഉളുവോടുകൂടി ആണ് കിടക്കുന്നതെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നം കാണുമെന്ന് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുകയാണ്. തഫ്സീറിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു മുഫസ്സിരീങ്ങൾ. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ ഈ ഒരു ദിവസം, ഇന്നത്തെ ഈ ദിവസം മുതൽ റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ്, റബീഉൽ അവ്വൽ 12 കഴിഞ്ഞ് റബീഉൽ അവ്വൽ തീരുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാൻ ഈ കാര്യം മറന്നു പോവണ്ട. എന്ത്? ലഖദ് ജാഅകും എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ നമ്മൾ ഇൻഷാ അല്ലാഹ് എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം നിസ്സാര സമയം മതി ഓതാൻ. ഉറങ്ങുന്നതിന് മുമ്പ് നല്ലതുപോലെ വുളുവെടുത്ത് കിബിലക്ക് അഭിമുഖമായിരുന്നിട്ട് ഈ ആയത്ത് ഓതുക 3 പ്രാവശ്യം. ശേഷം ആയത്തുൽ കുർസി ഓതുക. എന്നിട്ട് അറിയാവുന്ന ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് കിടന്നുറങ്ങിയാൽ താമസിയാതെ മുത്തായ ഹബീബിനെ കാണാൻ പറ്റും. അങ്ങനെ കണ്ട ഒരുപാട് മഹത്തുക്കൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയോ മഹാനായ ഹസൻ ഇബ്നു അലി, ഫാത്തിമ ബീവിയുടെ 2 മക്കളാണ്. ഒന്ന് ഹസൻ തങ്ങളും രണ്ടാമത്തേത് ഹുസൈൻ തങ്ങളും. ആ 2 മക്കളിൽ മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തന്നൊരു സ്വലാത്തുണ്ട്. ഏതാണ് ആ സ്വലാത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണാം, സ്വപ്നത്തിൽ കാണാൻ പറ്റിയ ഒരു സ്വലാത്തുണ്ട്. അതെൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാം. പറ്റുന്നവരിത് ഏറ്റുപിടിച്ചോ, ഇത് ചൊല്ലി തുടങ്ങിക്കോ. ഉറങ്ങുന്ന സമയത്ത് ഈ സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്ത് ചൊല്ലുന്ന അവസരത്തിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയാൽ നമ്മൾ ഇതുവരെ കാണാത്ത, പക്ഷേ നമ്മൾ കാണാൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന, നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ ഈ പേരിങ്ങനെ കേൾക്കുകയാണ്. മുഹമ്മദ് എന്ന പേരിങ്ങനെ കേൾക്കുകയാണ്. പക്ഷെ നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല. ആ മുത്തായ ഹബീബിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പറഞ്ഞത് കേൾക്കുന്നുണ്ട്, നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആ ഹബീബിനെ ഒന്ന് നേരിട്ട് കാണാൻ ഈ സ്വലാത്ത് പര്യാപ്തമാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ബിഖദ്രി ഹുസ്നിഹി വജമാലിഹി.
ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ബിഖദ്രി ഹുസ്നിഹി വജമാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി, നബി തങ്ങളുടെ സൗന്ദര്യം, നബി തങ്ങളുടെ നല്ല സ്വഭാവം, അല്ലാഹുവേ പടച്ചവനെ നബി തങ്ങളുടെ മുത്തായ ഹബീബിന്റെ ആ നല്ല സൗന്ദര്യത്തിന്റെ ആ ഖദർ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും ഒക്കെ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. ഇതാണ് ആ സ്വലാത്ത്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ബിഖദ്രി ഹുസ്നിഹി വജമാലിഹി. നബിയെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉമ്മമാരുപ്പമാരുണ്ടോ? ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ. ഇന്ന് മുതൽ ചൊല്ലാൻ തുടങ്ങിക്കോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, റബീഉൽ അവ്വലിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലും റബീഉൽ അവ്വൽ 12 വരെ എന്തായാലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും ഒക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ്. ഇത് ഉറങ്ങുന്ന സമയത്ത് ചൊല്ലി 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 അങ്ങോട്ട് ഉറങ്ങിപ്പോവണം. ഉറങ്ങുമ്പോൾ അതിൻ്റെ മര്യാദയൊക്കെ പാലിച്ച് ഉളുവെടുത്ത് കിബിലക്കൊക്കെ അഭിമുഖമായി കിടന്ന്, അതുപോലെ തന്നെ ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലി ഇങ്ങനെ കിടന്ന് ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഇങ്ങനെ ഉറങ്ങിപ്പോയാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഹബീബിനെ കാണാം. ഇവിടെ മഹത്തുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നബിയെ സ്വപ്നം കാണാൻ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, നമ്മുടെ ഈമാനും യഖീനും ശക്തിപ്പെടുത്തണം. ഈമാൻ ഒന്ന് പുതുക്കണം. ഈമാൻ പുതുക്കണം എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ഈമാൻ ഉള്ളവരായി മാറുക, മുഅ്മിനീങ്ങൾ ആവുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, അള്ളാഹു നിഷേധിച്ച കാര്യങ്ങൾ നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് രണ്ടാമതായി പറയുന്നു, അള്ളാഹു തആല എന്തൊക്കെ കാര്യം ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യുക, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞോ അത് ഉപേക്ഷിക്കുക. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക. പിന്നെയോ നാലാമതായി അള്ളാഹിനോട് നമ്മൾ ദുആ അരക്കുക, അതും പ്രധാനമാണ്. ദുആ ചെയ്യുക, അതും ഈ സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദുആ എന്നാൽ അള്ളാഹു തആല വേഗം ആ ദുആ സ്വീകരിക്കും. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി കൂടുതൽ കേൾക്കുവാനും, നബിയെപ്പറ്റി കൂടുതൽ കേൾക്കുവാനും, നബിയെപ്പറ്റി കൂടുതൽ വായിക്കുവാനും, നബിയെപ്പറ്റി കൂടുതൽ ചിന്തിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തുക. ഏറ്റവും വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുക എന്നതാണ്. ഒരു വലിയ സ്വാത്വികനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുന്നു, അദ്ദേഹം എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നിശ്ചിത എണ്ണം 33 അല്ലെങ്കിൽ 11 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയിട്ടേ കിടക്കാറുള്ളൂ. ഒരു ദിവസം അദ്ദേഹം യാത്രയൊക്കെ കഴിഞ്ഞ് വലിയ ക്ഷീണിച്ചു വന്ന് കിടന്ന് അദ്ദേഹത്തിന് അദ്ദേഹം സാധാരണ ഓതുന്നത് പോലെ ഓതാൻ പറ്റിയില്ല. ആ സ്വലാത്ത് ഓതാൻ പറ്റാതെ അങ്ങനെ ക്ഷീണിച്ചങ്ങോട്ട് ഉറങ്ങിപ്പോയി. ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ടു എന്നാണ്. അപ്പോൾ നമ്മൾ നിത്യമായ ഒരു കാര്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റും. അത് ഉറപ്പാൻ. അതിന് നമ്മുടെ കണ്ണുകൾക്ക് ശക്തി ഉണ്ടാവണം. കണ്ണുകൾക്ക് ശക്തി ഉണ്ടാവാൻ ഹറാമായത് കാണാൻ പാടില്ല, ഹലാലായത് കാണുക. ഹറാമായത് കേൾക്കരുത്, ഹലാലായത് കേൾക്കുക. ഹറാമായത് കഴിക്കരുത്, ഹലാലായത് കഴിക്കുക. ഇങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് പല രൂപത്തിലാണ്. ചില ആളുകൾ നബിയെ ഒറ്റ പ്രാവശ്യം കാണുന്നവരുണ്ട്. ഒറ്റ പ്രാവശ്യം നബി തങ്ങളെ കാണും ജീവിതത്തിൽ. ചില ആളുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമെന്നാണ്. അത്രമാത്രം നബിയെ ഇഷ്ടപ്പെട്ട് ഹുബ്ബ് വെച്ച ആളുകൾ നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമെന്നാണ്. ചില ആളുകൾ അവർ ഉറക്കത്തിൽ മാത്രം കാണും, ചില ആളുകൾ ഉറക്കത്തിലും ഉണർച്ചയിലും കാണും. അങ്ങനെ പല തരത്തിലാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്ന ആളുകൾ പല രൂപത്തിലാണ്. അല്ലാഹുവേ പടച്ചവനെ, മുത്തായ ഹബീബിനെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് തരണേ അല്ലാഹ്. നബിയെ സ്വപ്നം കാണാനുള്ള ഏതാനും ചില വഴികൾ നമ്മളിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലഖദ് ജാഅക്കും ആയത്തും മറന്നു പോവണ്ട, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്വലാത്തും വിട്ടുപോവണ്ട. ഇത് രണ്ടും മുറുകെ പിടിച്ചോ, നമുക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാം. ഇനിയോ ആ മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം എങ്ങനെയാ, നബി തങ്ങളുടെ മുഖം എങ്ങനെയാ, ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ പറ്റും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പൊക്കമുള്ള ആളാണോ അല്ല, ചെറിയ ആളാണോ അല്ല, ഒരു മീഡിയം ലെവലുള്ള ആളാണ്. എന്നാൽ നല്ല ശക്തിയുള്ള ആളായിരുന്നു. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കഅബയുടെ അടുക്കലേക്ക് ചെന്നു. കഅബ ഷരീഫിന്റെ അടുക്കൽ ചെന്നു. എന്തിനാണ് ചെന്നത്? കഅബയുടെ മുകളിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. ആ വിഗ്രഹങ്ങളൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കാൻ വേണ്ടി ഞാനും നബിയും കൂടി കഅബയുടെ അടുക്കലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കയ്യെത്തുന്നില്ല. കഅബയുടെ മുകളിലാണ് ഈ വിഗ്രഹങ്ങൾ ഇരിക്കുക. അപ്പോൾ കയ്യെത്തുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അലിയാർ തങ്ങൾ പറയുകയാണ്, ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ
ചുമലിൽ നിങ്ങൾ കയറിക്കോ, ഞാനിങ്ങനെ പതിയെ എണീക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ചുമലിൽ കയറിയിരുന്നു. ഞാൻ അങ്ങനെ എഴുന്നേൽക്കാൻ നോക്കിയിട്ട് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ഭാരം തോന്നുന്നു നബിതങ്ങളെ. പിന്നെ നബിതങ്ങൾ പറഞ്ഞു, എന്നാൽ അലിയെ ഞാനിരിക്കാം, നീ എൻ്റെ പുറത്ത് കയറുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ അല്പം ഭാരം കൂടിയ, വെയിറ്റ് കൂടിയ ഞാൻ നബിതങ്ങളുടെ മുതുകിൽ, നബിതങ്ങളുടെ കഴുത്തിൽ ഞാൻ കയറി. അങ്ങനെ പതിയെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനായാസം എഴുന്നേറ്റു എന്നാണ്. അത്രമാത്രം ശക്തിയുണ്ടായിരുന്നു. വീണ്ടും പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വൃത്താകൃതിയിലുള്ള മുഖമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായ നെറ്റിത്തടമായിരുന്നു മുത്തു ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. വില്ല് പോലെ വളഞ്ഞ പുരികമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾക്ക് ആ കൺപീലി ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെയോ നബിതങ്ങളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി നല്ല കറുപ്പായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള നമ്മുടെ കണ്ണിലൊക്കെയുള്ള വെളുപ്പ്, പക്ഷെ നബിതങ്ങളുടെ കണ്ണിൻ്റെ ഉള്ളിൽ വെളുപ്പും ചുവപ്പും കലർന്ന നിറമായിരുന്നു എന്ന് മഹാന്മാരായ സ്വഹാബിമാര് പറയുന്നു. പിന്നെയോ തിങ്ങിയ താടിയുണ്ടായിരുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അതിമനോഹരമായ പല്ലായിരുന്നു. മഞ്ഞ കളർ പല്ലല്ല, വെളുപ്പ് നിറത്തിലുള്ള പല്ലാണ്. അതും ആ പല്ലുകൾ ഓരോന്നിൻ്റെയും ഇടയിൽ ചെറിയ വിടവ് പോലെ ഉണ്ടായിരുന്നു എന്നും മഹാന്മാരായ സ്വഹാബിമാര് നമുക്ക് പറഞ്ഞു തരുകയാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി വീണ്ടും പല സ്വഹാബിമാരും പറയുന്നുണ്ട്, ആളുകളുടെ ഇടയിലൂടെ നബി തങ്ങൾ നടന്നു പോയാൽ ആ നടന്നു പോകുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും പൊക്കമുള്ള ആൾ നബി തങ്ങളായിരിക്കും. പക്ഷെ ഒറ്റയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോയാൽ സാധാരണ ഒരു മനുഷ്യന്റെ പൊക്കമായിരിക്കും. എല്ലാവരും ഇരിക്കുന്ന മജ്ലിസിൽ നബി ഇരിക്കുമ്പോൾ നബി തങ്ങളായിരിക്കും പൊക്കമുള്ള ആള്. ഇരിക്കുമ്പോൾ നല്ല പൊക്കം തോന്നിക്കുമെന്നാണ്, എന്നാൽ സാധാരണ പൊക്കമേ ഉള്ളൂ, നമുക്കങ്ങനെ തോന്നുമെന്നാണ്. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്തോ വായിൽ നിന്ന് മുത്തു താഴേക്ക് വീഴുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുമായിരുന്നു. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിനെ പറ്റി പറയുന്നുണ്ട്, മൊത്തം രോമം, അങ്ങനെയല്ല, മൊത്തം രോമമായിരുന്നു, അങ്ങനെയല്ല. നബി തങ്ങളുടെ നെഞ്ചിൻ്റെ ആ നടുഭാഗത്തായിട്ട് താഴേക്ക് കുറച്ച് രോമം ഇങ്ങനെ താഴേക്കുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് നബി തങ്ങളുടെ തലമുടി നരച്ചിരുന്നു, താടി രോമം നരച്ചിരുന്നു. സ്വഹാബിമാര് പറയുന്നു 20ഓളം രോമങ്ങൾ മാത്രമായിരുന്നു നരച്ചിരുന്നത്. എന്തൊക്കെയാ സ്വഹാബിമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അത് വീക്ഷിച്ച് അത് എഴുതി വെച്ചിരിക്കുകയാണ്. വേറെ ഏതെങ്കിലും ഒരാളുടെ, എന്തിനേറെ നമ്മുടെ വാപ്പ മരിച്ചപ്പോൾ വാപ്പാടെ രോമം എത്ര നരച്ചു നമുക്കറിയോ? അല്ല പോട്ടെ, നമ്മുടെ താടി നരച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എണ്ണു നോക്കാൻ പറ്റുമോ? തുറന്ന പുസ്തകമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ നബി തങ്ങളുടെ മുഖത്ത് നോക്കി. ശേഷം ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ ഞാൻ കണ്ടു. വീണ്ടും നബി തങ്ങളുടെ മുഖത്ത് നോക്കി. വീണ്ടും ഞാൻ 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ നോക്കി. മൂന്നാമത് ഞാൻ മുത്ത് റസൂലിന്റെ മുഖത്ത് നോക്കിയപ്പോ ആ 14-ാം രാവിലെ ചന്ദ്രനേക്കാൾ സൗന്ദര്യം എനിക്ക് തോന്നി മുത്ത് ഹബീബിന്റെ മുഖത്ത്. നഹുവ तुझसे हसीम तेरी कसम तेरे बाद हुस्नी ने पाया नहाए कहशम तेरे बाद. അല്ലാഹുവേ, ആ മുത്ത് ഹബീബിന്റെ സൗന്ദര്യത്തെ പറ്റി എത്ര പറഞ്ഞാലും തീരില്ല. ആ മുത്ത് നബിയെപ്പോലെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അല്ലാഹു തആല സൗന്ദര്യത്തെ അല്ലാഹു സൃഷ്ടിച്ചു, സൗന്ദര്യത്തെ പകുതി ഭാഗം മാറ്റിവെച്ചു. എന്നിട്ട് ആ പകുതി ഭാഗത്തെ വീണ്ടും പകുതിച്ചു. അതിൽ 1/4 ഭാഗം സൗന്ദര്യം ആർക്ക് കൊടുത്തു? മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു. ബാക്കി 1/4 ഭാഗം സൗന്ദര്യമാണ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കുമായിട്ട് പടച്ചവൻ വീതിച്ചു കൊടുത്തത്. അപ്പോൾ യൂസുഫ് നബിയുടെ സൗന്ദര്യം എത്രയാ അല്ലേ? വല്ലാത്ത സൗന്ദര്യമാണ്. അപ്പോൾ നബി തങ്ങളുടെ സൗന്ദര്യമോ
പകുതിയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് മനുഷ്യന്മാരുടെ നോട്ടം പല രൂപത്തിലാണ്. ഒരാളെ നമ്മൾ നോക്കുന്നത് പല രൂപത്തിലാണ്. ചില ആളുകളെ നമ്മൾ ദേഷ്യത്തോടെ നോക്കും, ചില ആളുകളെ നമ്മൾ ഭയങ്കര ഒരു സ്നേഹത്തോടെ നോക്കും, ചില ആളുകളെ അനുകമ്പയോടെ നോക്കും, ചില ആളുകളെ നമ്മൾ ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി നോക്കും, ചില ആളുകളെ നമ്മൾ മോശമായ നോട്ടം നോക്കും, അല്ലേ? മോശമായ നോട്ടം നോക്കും. നോട്ടങ്ങൾ പലതാണ്. ഇവിടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യത്തെ പറ്റി പറയുന്നത്, അന്ന് ആ നാട്ടിലുണ്ടായ സ്ത്രീകളൊക്കെ മോശപ്പെട്ട രൂപത്തിലായിരുന്നു യൂസുഫ് നബിയെ നോക്കിയിരുന്നതാണ്. അതായത് ഒരു വല്ലാത്തൊരു നോട്ടമായിരുന്നു യൂസുഫ്. കാരണം അത്രമാത്രം സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ആളുകൾ നോക്കുന്നത്. മഹാനവരുടെ സൗന്ദര്യം കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ചിലപ്പോൾ മോശം ചിന്ത പോലും വരുമായിരുന്നു. അങ്ങനത്തെ ഒരു നോട്ടമാണ്. അരഭാഗം മുഴുവനും സൗന്ദര്യം കിട്ടിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ ഒരാൾക്കും, അത് ആണിനും പെണ്ണിനും ആർക്കും ഒരു മോശമായ ഒരു ചിന്ത വരൂലെന്നാണ് മനസ്സിൽ. മറിച്ച് ഗാംഭീര്യം, ഒരു സ്നേഹമുള്ള പേടി ഉണ്ടാകുമെന്നാണ്. സ്നേഹമുള്ള പേടി. ഇപ്പൊ നമ്മുടെ വാപ്പാനെ കാണുമ്പോൾ നമുക്ക് പേടി ഉണ്ടാകും. ചില വാപ്പമാരെ നമ്മൾ സ്നേഹത്തോടെ പേടിക്കും, ചില വാപ്പമാരെ നമ്മൾ വെറുപ്പോടെ പേടിക്കും. ചില വാപ്പമാരെ വെറുപ്പായിരിക്കും. നമുക്ക് പേടിയുണ്ട്, അതോടൊപ്പം വെറുപ്പുണ്ട്. അതുണ്ടാവാൻ പാടില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കുകയൊക്കെ. ചില വാപ്പമാരുടെ സ്വഭാവം കൊണ്ട് അങ്ങനെയാണ്. ചില പിതാക്കന്മാരുടെ സ്വഭാവം, ചില മാതാക്കളുടെ സ്വഭാവം, ചില അധ്യാപകരുടെ സ്വഭാവം. ചില മാതാപിതാക്കളെയും അതുപോലെ അധ്യാപകരെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമുള്ള പേടി ഉണ്ടാകും. ഇതേ പേടിയായിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഒരു ഇഷ്ടമുള്ള ഒരു നോട്ടം, എന്നാൽ ഗാംഭീര്യം, പേടി നമുക്ക് തോന്നുമായിരുന്നു. അങ്ങനെയാണ്. ഒരു മോശപ്പെട്ട ചിന്ത മനസ്സിലേക്ക് വരൂല. വീണ്ടും സ്വഹാബിമാര് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് നമ്മുടെ കൈ ചേർത്ത് വെച്ചാൽ ഒരു പഞ്ഞിയിലേക്ക് കൈ ചേർത്ത് വെച്ചതുപോലെയാണ്. അത്രമാത്രം മൃദുലമായിരുന്നു. മാത്രമല്ല വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കഴുത്ത് നല്ല ഭയങ്കര തടിച്ച കഴുത്തല്ല, എന്നാൽ നേർമയായ കഴുത്തുമല്ല. കണ്ടാൽ തടിപ്പ് പോലെയും എന്നാൽ വളരെ നേർത്തതുമായ ഒരു കഴുത്തായിരുന്നു. വീണ്ടും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൻ്റെ രൂപം, കാലെന്ന് പറയുമ്പോൾ പെരുവിരലിന് മറ്റു വിരലുകളേക്കാൾ പൊക്കം കൂടുതലായിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തത്തെ പറ്റി പറയുന്നുണ്ട്. നബിയുടെ ഇരുത്തത്തെ പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന രൂപത്തെ പറ്റി. എത്രയാണ് ഒരു നടത്തം എന്ന് പറഞ്ഞാൽ, ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന ഒരാൾ നടക്കുന്നത് പോലെയായിരുന്നു നബി തങ്ങൾ. അത്ര ഭയങ്കര സ്പീഡല്ല, എന്നാൽ പതിയുമല്ല, ഒരു മീഡിയം സ്പീഡിലായിരുന്നു നബി തങ്ങൾ നടന്നിരുന്നത്. പിന്നെ ഒരിക്കലും കഴുത്തു മാത്രം ഇങ്ങനെ നോക്കിയിരുന്നില്ല. പുറകിലേക്ക് നോക്കുമ്പോൾ കഴുത്തു മാത്രം അങ്ങ് നോക്കി, മൊത്തത്തിൽ തിരിഞ്ഞേ നോക്കുള്ളൂ. അതുപോലെ തന്നെ ചില കള്ളനോട്ടങ്ങളുണ്ട്, അല്ലേ? ചില ആളുകൾ ഇങ്ങനെ കണ്ണുകൊണ്ട് മാത്രം ഇങ്ങനെയൊക്കെ നോക്കൂലേ? ആ നോട്ടം നബി തങ്ങൾക്കില്ല. നോക്കുവാണെങ്കിൽ ജനൂനായിട്ട് ഇങ്ങനെ പുറകിലേക്ക് ശരീരം മൊത്തം തിരിഞ്ഞേ നോക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേശം, തിരുകേശത്തെ പറ്റി പറയുന്നുണ്ട്, മുടിയെ പറ്റി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മുടി, തലമുടി, അത് ജട പിടിച്ചതായിരുന്നില്ല, അതുപോലെ തന്നെ ചുരുണ്ടതായിരുന്നില്ല, എന്നാൽ ഇങ്ങനെ സ്ത്രീകളെപ്പോലെ നീണ്ടതുമായിരുന്നില്ല. മീഡിയം ലെവലിലുള്ള ഒരു മുടിയായിരുന്നു. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി വളർത്തുന്നത് മുടി ഇങ്ങനെ ചീകി പുറകിലേക്ക് ഇങ്ങനെ ഒതുക്കി വെക്കുമായിരുന്നു. നീളമുള്ള മുടി ഇങ്ങനെ ചീകി പുറകിലേക്ക് വെക്കുമായിരുന്നു. ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ മുഴുവൻ നബി തങ്ങൾ മൊട്ടയടിക്കുമായിരുന്നു. മൊട്ടയടിക്കുന്ന നമ്മൾ സാധാ പറയൂലേ, മുഴുവൻ വടിക്കുമായിരുന്നു. മുടിയെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടി രോമം, നബി തങ്ങളുടെ പല്ലുകൾ, നബി തങ്ങളുടെ മൂക്ക്, അത് നീണ്ടിരിക്കുന്ന, ഭയങ്കര നീണ്ടതല്ല എന്നാൽ ഭയങ്കര ഉരുണ്ടതുമല്ല, ഒരു മീഡിയം ലെവലിലുള്ള മൂക്കായിരുന്നു. കണ്ണുകൾ എപ്പോഴും സുറുമയിട്ടതുപോലെ ഉണ്ടായിരുന്നു. വിശാലമായ നെറ്റിത്തടമായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കൈയിൻ്റെ ഭാഗം, ഇതിൽ രോമമുണ്ടായിരുന്നു, കൈക്ക് രോമമുണ്ടായിരുന്നു. ഇങ്ങനെ എന്തൊക്കെയാ അല്ലെ? ഷമായിൽ എന്ന് പറഞ്ഞ കിതാബുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട്, നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ശാരീരിക പ്രത്യേകതകളൊക്കെ വിവരിക്കുന്ന ഷമായിലുണ്ട്. നബി തങ്ങളുടെ മൊത്തം പ്രത്യേകതകൾ വിവരിക്കുന്ന അങ്ങനെ എത്രയോ കിതാബുകളുണ്ട്, പറഞ്ഞാൽ തീരില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏകദേശം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില വിശദീകരണങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്വപ്നം കാണാൻ നമ്മളൊക്കെ വലിയ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ആദ്യം
ആദ്യം പറഞ്ഞ രണ്ട് കാര്യം മറന്നു പോകരുത്. ഒന്ന് ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്, രണ്ടാമത്തേത് നമ്മൾ പഠിച്ച ഒരു സ്വലാത്ത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇത് രണ്ടും നിത്യമാക്കുക. പിന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് അത് നമ്മൾ മറന്നു പോകരുത്, അത് നമ്മളിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരമാവധി സ്വലാത്തുകൾ പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്ന നല്ല ഭാഗ്യവാന്മാരിൽ അള്ളാഹു തആല, നല്ല ഭാഗ്യവതികളിൽ അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ ഇന്ന് പള്ളിയിലേക്ക് പോവുക പുരുഷന്മാർ, പിന്നെ മൗലിദിൻ്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുക. നമ്മുടെ ചാനലിലും മൗലിദിൻ്റെ സദസ്സൊക്കെ ഉണ്ട്, എല്ലാവരും പങ്കെടുക്കുക. രാത്രി പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് പിറ്റേന്ന് പകലിലും പങ്കെടുക്കാവുന്നതാണ്. അത് നിങ്ങളൊന്ന് വെച്ച് കേൾക്കുക, എല്ലാവരും ഒന്നിച്ച് ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.